തിരുവനന്തപുരത്ത് നിന്നും കാന്തല്ലൂരിലേക്കൊരു യാത്ര. ഈ അടുത്തായിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് കാന്തല്ലൂരിലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ചൂടിൽ നിന്നൊരു ആശ്വാസവും പിന്നെ കുറെ നാൾക്ക് ശേഷം കൂട്ടുകാരും ഒത്തിട്ടുള്ള ഒരു ഒത്തുകൂടലും അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ കാന്തല്ലൂർ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ 10-12 പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേക്കേഷൻ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ തപ്പിയതിന് ശേഷമാണ് ഈ നെക്സ്റ്റ് സ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേക്കേഷൻ നമുക്ക് മുമ്പിലോട്ട് വരുന്ന ഒരു ചെറിയ റിസോർട്ട് സെറ്റപ്പാണ്. പിന്നെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കാന്തല്ലൂർ പൂളുള്ള ഒരേ ഒരു പ്രോപ്പർട്ടി ഇവരുടേതാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കൂട്ടുകാരും ഒത്ത് ബാച്ചിലേഴ്സ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പൂളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അന്വേഷിച്ചത്. ഇതിനു മുന്നേ ഞങ്ങളുടെ വരികയോ അതോ അല്ലെങ്കിൽ ഇതിവിടെ വന്ന് പോയ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് എടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് വന്നതോ അല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോയിൽ കണ്ട അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ട ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. ഏകദേശം 10-11 മണിയോട് കൂടി നമ്മൾ കാന്തല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 മണിക്കാണ് വരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ നെക്സ്റ്റ് സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ കാന്തല്ലൂർ ഒരു മാർക്കറ്റൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യം പോലെ റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ റൂംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഇവിടെ 3 കാറ്റഗറികളുണ്ട്. പേര് അബോർഡ്, മന്ദിരാർ അബോർഡ്, മന്ദിരാർ കാസൽ, മന്ദിരാർ ഷാറ്റോ. പിന്നെ അബോർഡിൽ ജസ്റ്റ് റൂമും കാര്യങ്ങളുമാണ്. പക്ഷെ മുകളിലത്തെ കാറ്റഗറിയിൽ ബാൽക്കണി വരുന്നുണ്ട്. ഹണി റോക്ക് വ്യൂ ഉള്ള ബാൽക്കണി ഉണ്ട്. താഴത്തിൽ ഒരു 2 റൂം പ്രീമിയം കാറ്റഗറിയാണ്, റൂം വിത്ത് ലിവിങ് ഏരിയ. പിന്നെ ഉള്ളത് സെക്കൻഡ് കാറ്റഗറി ഇവിടെ. അതെ, അതിൽ ഒരു ബ്ലോക്കിൽ 4 റൂംസ്, അതിൽ മുകളിലത്തെ 2 റൂംസിൽ ബാൽക്കണി ഉണ്ട്. ഹണി റോക്ക് ഈ 3 കാറ്റഗറി. ഇപ്പോൾ റേറ്റ് കാര്യങ്ങൾ വരുന്നത് 4, 5, 6 എന്നുള്ള രീതിയിലാണ്. ബേസ് 4,000, 5,000, 6,000. പ്രീമിയം 6,000 ആണ് വരുന്നത്. സീസൺ ബേസ്ഡ് മാറും. ഇപ്പൊ വെക്കേഷൻ ഇത് കൂടാൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സീസൺ ബേസ്ഡ് കൂടുകയും കുറയുകയും ചെയ്യാം. ഇനി നമ്മളെടുത്ത ബി കാറ്റഗറിയിലെ ആ റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഈ ഒരു ഗാർഡന് നടുക്കൂടെ നമ്മിങ്ങനെ നടന്നു പോയിട്ട് വേണം നമ്മുടെ റൂമിലോട്ട് ചെന്നെത്താൻ വേണ്ടിയിട്ട്. ഈ പടി കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു വ്യൂവിലാണ് നമ്മുടെ റൂംസും കാര്യങ്ങളുള്ളത്. ഒരു കോട്ടേജ് പോലെയാണ്. 4 റൂംസുകളാണ് ഉള്ളത് കേട്ടോ. 4 റൂംസ് ചേർന്നിട്ട് ഒരു ചെറിയ കോട്ടേജ് ആണ്. ഒരു റൂമിൽ 3 പേര് വെച്ചിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ആ സ്വിമ്മിംഗ് പൂളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പയ്യന്മാരായിട്ട് വന്നതുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസോർട്ടിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഈ പൂള് തന്നെയാണ്. നമ്മൾ മെയിനായിട്ടും നമ്മൾ റിസോർട്ട് സെർച്ച് ചെയ്ത സമയത്ത് മെയിനായിട്ട് നമ്മൾ നോക്കിയത് പൂളുള്ള റിസോർട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പൂള് സെറ്റപ്പൊക്കെ വരുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്കും കുറച്ചുകൂടെ വലുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ഓവർ ചെറുതല്ല. എന്നാലും ഒരു വീഡിയോയിൽ കണ്ടത്ര ഒരു വലിപ്പം ഉണ്ടായിരുന്നില്ല പൂളിന്. ആ പൂളിനോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഫുഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാമെന്നാണ്. സെപ്പറേറ്റ് ബില്ലിൽ ആഡ് ചെയ്ത് വരും. റിസോർട്ട് മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പച്ച പുല്ലും അതുപോലെ തന്നെ ഒരു പഴയ ഓൾഡ് രീതിയിലുള്ള ഒരു ബംഗ്ലാവ് പോലത്തെ സെറ്റപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് വരാൻ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സമയം മോശമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് മോശമായിരുന്നു. നമ്മൾ മഞ്ഞും ആ ഒരു തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിലും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള ഒരു ടൈമാണ് നമ്മൾ എത്തിയത്. അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് മോശമാണ്, നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. കുറേ കൂടെ നല്ല ക്ലൈമറ്റിലാണ് നമുക്കിവിടെ വരാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ എൻജോയ് ആയിരുന്നു. നാട്ടിലെ ചൂട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ചൂട് നമുക്ക് സ്വർഗം പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു ഹണി റോക്ക് വ്യൂ എന്നാണ് പറഞ്ഞത്. ആ ഒരു കിടിലൻ മലയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മളെടുത്ത ആ ഒരു കോട്ടേജിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെടുത്ത ഒരു കോട്ടേജ്. ഞാൻ എൻ്റെ ടോപ്പിലെ മുറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തത്, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ആയിട്ട് ചൂസ് ചെയ്തത് മേളത്തെ ഒരു നിലയിലെ റൂമായിരുന്നു. അപ്പോൾ ആ റൂമിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. റൂം തുറന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡായിട്ട് ഒരു കിങ് സൈസ് ബെഡാണ് കേട്ടോ. ബെഡ് ഈ കോലത്തിൽ കിടക്കുന്നതൊന്നും നിങ്ങൾ നോക്കേണ്ട. കാരണം വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. വന്ന ദിവസം എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരാൾക്ക് അവർ സെപ്പറേറ്റ് ഒരു ബെഡും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടിവിയും കാര്യങ്ങളുണ്ട്. ഫോൺ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാനുള്ള ഫോണുണ്ട്. ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ നമുക്ക് ചായയോ തേയിലോ ഒക്കെ ഇട്ട് കുടിക്കാനുള്ള കെറ്റിലും ഇലക്ട്രിക് കെറ്റിലും അവർ വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഈ വാതിലൂടെ നേരെ ചെല്ലുന്ന ഒരു ബാൽക്കണിയിലോട്ടാണ്. നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. രാത്രി നമ്മളെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പിലിരുന്ന് പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പകലൊരല്പം ചൂടാണെങ്കിലും രാത്രി ഞങ്ങൾ നല്ല തണുപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച അത്ര തണുപ്പൊന്നും രാത്രിയും കിട്ടിയില്ല. പിന്നെ ചെറിയൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് മുമ്പിൽ നിന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു അങ്ങോട്ട്. പിന്നെ നമുക്ക് ചിക്കൻ നമുക്ക് ചുട്ടെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്നാണ് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് ചെറിയൊരു ഹോട്ടലിലോട്ട് വന്ന് അവിടെ നിന്ന് നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പൊറോട്ടയ്ക്ക് 15 രൂപയാണ് കേട്ടോ വില. വേറൊരിടത്ത് ചോദിച്ചപ്പോഴത്തേക്ക് 25 രൂപ പറഞ്ഞ ഹോട്ടൽ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഥവാ കാന്തല്ലൂർ പോവുകയാണെങ്കിൽ 1-2 ഹോട്ടലൊക്കെ കയറി പ്രൈസും കാര്യങ്ങളും ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം. കുറച്ചധികം സമയം കാത്തു നിന്നിട്ടാണെങ്കിലും നമുക്ക് ഫുഡ് കിട്ടി. പിന്നെ അതുമായിട്ട് ഞങ്ങൾ നേരെ വന്ന് ചിക്കൻ ചുടാനുള്ള കാര്യത്തിലോട്ട് ഏർപ്പെട്ടു. നമുക്ക് വേണമെങ്കിൽ റിസോർട്ടിൽ പറഞ്ഞാൽ തന്നെ അവർ ചിക്കൻ ഗ്രില്ല് ചെയ്ത് തരും. പിന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ തന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, മാരിനേറ്റ് ചെയ്തു. അതിനുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ റിസോർട്ടുകാർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ മസാലയൊക്കെ ഇട്ട് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊരാഗ്രഹം കൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കാശും ലാഭമായിട്ട് കിട്ടും. അപ്പോൾ പുറത്തുനിന്ന് ചിക്കൻ വാങ്ങാൻ കിട്ടും കേട്ടോ. അവിടെ ചിക്കൻ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. വൈകിട്ട് ഒരു 5 മണിക്കുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വാങ്ങാൻ പറ്റും. വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കൂടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനും പറ്റും. രാത്രി ചിക്കനൊക്കെ ചുട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ആ കസേരയിട്ട് എൻ്റെ കൂട്ടുകാരെ ഇരിക്കുന്നിടത്താണ് നമ്മൾ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ ആ ഒരു പച്ചപ്പും കിളികളുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട്, അതായത് നമ്മുടെ റൂമിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ടും സാമ്പാറും ഉണ്ട്, അതുപോലെ ഇഡലിയും ചട്നിയും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അങ്ങനെ ഇന്ന കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും പുട്ടും സാമ്പാറും അതുപോലെ കുറച്ച് കടലക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് നേരെ ആ പൂളിനടുത്തുള്ള ഒരു കസേരയിൽ തന്നെ ചെന്നിരുന്ന് അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ചെന്നിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടും സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചത് ഇഡലിയും ചട്നിയൊക്കെ ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടീയോ കോഫിയോ ആണെങ്കിൽ അതും കിട്ടും. കൂടാതെ റിസോർട്ടിനകത്ത് തന്നെ ഞാൻ മൽബറി അല്ല, ഇതൊരു തരം ചെറിയാണ്. ആ ചെറിയും അതുപോലെ തന്നെ പ്ലംസിൻ്റെ ഒക്കെ മരം ഉണ്ടായിരുന്നു. അതിന്നൊക്കെ ഞാൻ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറി പാടം, അതായത് കാന്തല്ലൂരിൽ സ്ട്രോബെറി പാടം കാണാനും ആപ്പിൾ തോട്ടം കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാന്തല്ലൂർ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഞങ്ങളവിടെ പോയി താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിന് പുറമെ ഒരുപാട് റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും റിസോർട്ട് അവിടെ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും നല്ല ഓപ്ഷൻസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ പോയി സ്റ്റേ ചെയ്ത് ഇതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഇത് അവതരിപ്പിച്ചെന്നാണ് കേട്ടോ. അപ്പോൾ കാന്തല്ലൂരിലെ ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.